ഹായ് ഷമീൻ സാറാണ്. നമുക്കിന്ന് എന്താണ് ഏരിയ, എന്താണ് പരപ്പളവ് എന്ന് പഠിച്ചാലോ. ആറാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഏരിയയെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം എന്താണ് ഏരിയ, എന്താണ് പരപ്പിന്റെ അളവ് എന്ന് പഠിക്കാം കേട്ടോ. ഇവിടെ നോക്കിക്കേ, ഞാൻ രണ്ട് റെക്റ്റാങ്കിളുകൾ തന്നിട്ടുണ്ട്, രണ്ട് ചതുരങ്ങള് മാഷ് ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൽ ഏത് ചതുരാണ് വലുത്? ഈ ഒന്നാമത്തെ ചതുരാണോ? ഞാൻ അടയാളപ്പെടുത്താം കേട്ടോ. ഈ ഒന്നാമത്തെ ചതുരാണോ അല്ലെങ്കിൽ രണ്ടാമത്തെ ചതുരാണോ ഏറ്റവും വലുത്? എങ്ങനെ കണ്ടെത്താ? ഇവിടെ നോക്കിക്കേ, രണ്ടിന്റെയും നീളം, രണ്ടിന്റെയും ലെങ്ത് സെയിം ആണ്. രണ്ടിന്റെയും ലെങ്ത് 5 സെന്റിമീറ്റർ ആണ്. ബ്രെഡ്ത്തോ, ഇതിന്റെ ബ്രെഡ്ത്ത് 3 സെന്റിമീറ്റർ ആണ്, ഇതിന്റെ ബ്രെഡ്ത്ത് 4 സെന്റിമീറ്റർ ആണ്. 3 ആണോ 4 ആണോ വലുത്? 4 ആണ്. അപ്പൊ നോക്കിക്കേ, നീളം ലെങ്ത് സെയിം ആണെങ്കിലും ഇതിന്റെ ബ്രെഡ്ത്ത് അതിനേക്കാൾ കൂടുതലാണ്. അപ്പൊ ഇതിൽ ഏതാ വലുത് എന്ന് നമുക്ക് പറയാം? ഇത് വലുതാണെന്ന് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ ഞാൻ വേറെ രണ്ട് റെക്റ്റാങ്കിൾ തരാൻ പോവാണ്. വീണ്ടും ഞാന് രണ്ട് റെക്റ്റാങ്കിളുകൾ തന്നിട്ടുണ്ട്. ഇതിന്റെ ബ്രെഡ്ത്ത് നേരത്തെ പോലെ ഏതെങ്കിലും ഒന്നിന് കൂടുതലാണോ? ഇതിന്റേത് 3 സെന്റിമീറ്റർ ആണ് ബ്രെഡ്ത്ത്, ഇതിന്റെയും ബ്രെഡ്ത്ത് 3 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമുക്ക് ലെങ്ത് നോക്കാം. ഇതിന്റെ ലെങ്ത് എന്താ? 5 സെന്റിമീറ്റർ ആണ്. ഇതിന്റെ ലെങ്ത് എന്താ? 6 സെന്റിമീറ്റർ ആണ്. ഇപ്രാവശ്യം ബ്രെഡ്ത്ത് സെയിം ആണെങ്കിലും ലെങ്ത് സെയിം അല്ല, ഇതിനേക്കാൾ 1 സെന്റിമീറ്റർ കൂടുതലാണ് ഇതിന്റെ ലെങ്ത്. അപ്പൊ ഇതിൽ ഏതാണ് വലുത് നമുക്ക് പറയാം? ഈ ഒന്നാമത്തതാണോ അല്ലെങ്കിൽ ഈ രണ്ടാമത്തതാണോ ഇവയിൽ ഏറ്റവും വലുത്? ആ രണ്ടാമത്തെ റെക്റ്റാങ്കിൾ ആണ്, രണ്ടാമത്തെ ചതുരാണ് വലുത്. കാരണം ഇതിന്റെയൊക്കെ ബ്രെഡ്ത്ത് സെയിം ആണെങ്കിലും ഇവിടെ ഉള്ളതിനേക്കാൾ ലെങ്ത് കൂടുതലാണ് അതിന്. ഇവിടെ 5 സെന്റിമീറ്റർ, ഇവിടെ 6 സെന്റിമീറ്റർ. അതുകൊണ്ട് ഇതാണ് വലുത് എന്ന് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ ഞാൻ വീണ്ടും രണ്ട് റെക്റ്റാങ്കിളുകൾ തരാൻ പോവാണ്. ഇവിടെ നോക്കിക്കേ, ഇത് ഒന്നാമത്തെ റെക്റ്റാങ്കിള്, ഇത് രണ്ടാമത്തെ റെക്റ്റാങ്കിള്. ഇതിലേതാ വലുത്? നമുക്ക് ആദ്യം ബ്രെഡ്ത്ത് നോക്കാം. ഇതിന്റെ ബ്രെഡ്ത്ത് 3 സെന്റിമീറ്റർ ആണ് അല്ലേ? ഇതിന്റെ ബ്രെഡ്ത്ത് 3 സെന്റിമീറ്റർ, ഇതിന്റെ ബ്രെഡ്ത്ത് 4 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇത് വലുതാണെന്ന് പറയാൻ പറ്റുമോ? നമുക്കൊന്ന് ലെങ്ത് നോക്കി വെക്കാം. ഇതിന്റെ ലെങ്ത് നോക്കിക്കേ, 5 സെന്റിമീറ്റർ ആണ്, ഇതിൻ്റെത് 6 സെന്റിമീറ്റർ ആണ്. ഇതിലേതാ വലുത് എന്ന് പറയാ? ഇതിലേതാ വലുത് എങ്ങനെ കണ്ടെത്താം? ഇതിനാണ് ബ്രെഡ്ത്ത് കൂടുതൽ, പക്ഷെ ലെങ്ത് കൂടുതൽ ഇതിനാണ്. അപ്പൊ ഇവയിൽ ഏതാ വലുത് എന്ന് കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കല്ലേ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. ഇത് നോക്കിക്കേ, ഇതൊരു സ്ക്വയർ ആണ്. എന്തുകൊണ്ടാണ് ഞാൻ ഇതിനെ സ്ക്വയർ എന്ന് വിളിക്കുന്നത്? കാരണം ഇതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും 1 സെന്റിമീറ്റർ ആണ്. ലെങ്ത്തും ബ്രെഡ്ത്തും തുല്യമായിട്ടുള്ള റെക്റ്റാങ്കിളിന് നമുക്ക് എന്ത് വിളിക്കാം? സ്ക്വയർ എന്ന് കൂടെ വിളിക്കാം. നമ്മൾ ഇതിന്റെ മുൻപത്തെ വീഡിയോയിൽ പഠിച്ചതാണ്. അപ്പൊ ഇത് 1 സെന്റിമീറ്റർ നീളവും 1 സെന്റിമീറ്റർ വീതിയുള്ള സ്ക്വയർ ആണ്. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് അറിയോ? ഇതിന്റെ ഉള്ളിൽ എത്ര 1 സെന്റിമീറ്റർ നീളവും വീതിയുള്ള സ്ക്വയറുകൾ അടുക്കി വെക്കാൻ കഴിയുമെന്ന് നോക്കും. ഇതിലും എത്ര 1 സെന്റിമീറ്റർ നീളവും വീതിയുള്ള സ്ക്വയറുകൾ അടുക്കി വെക്കാൻ കഴിയും നോക്കും. എന്നിട്ട് ഏതിലാണോ കൂടുതൽ സ്ക്വയറുകൾ അടുക്കി വെക്കാൻ കഴിയുന്നത് അതിനാണ് വലുപ്പം കൂടുതൽ എന്ന് ഞാൻ പറയും. എങ്ങനെ? ഞാൻ ഇതിന്റെ ഉള്ളില് 1 സെന്റിമീറ്റർ നീളവും 1 സെന്റിമീറ്റർ വീതിയുള്ള കുറേ റെക്റ്റാങ്കിള്, മാക്സിമം സ്ക്വയറുകൾ അടുക്കി വെച്ചിട്ടുണ്ട്. ആശി പറഞ്ഞതാണ്, ഈ റെക്റ്റാങ്കിൾ നമുക്ക് സ്ക്വയറിന് കൂടെ വിളിക്കാം. കാരണം എന്താണ്? ഇതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും സെയിം ആണ്. ഈ കാര്യം നമ്മൾ ഇതിന്റെ മുൻപത്തെ വീഡിയോയിൽ പഠിച്ചതാണ്. അപ്പൊ ഇതിനുള്ളിൽ മാക്സിമം എത്ര സ്ക്വയറുകൾ അടുക്കി വെക്കാന്ന് ഞാൻ നോക്കി. ഇതിനുള്ളിൽ എത്ര സ്ക്വയറുകൾ എനിക്ക് അടുക്കി വെക്കാൻ കഴിഞ്ഞു? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18. ഇതിനുള്ളിൽ എനിക്ക് 18 സ്ക്വയറുകൾ അടുക്കി വെക്കാൻ കഴിഞ്ഞു. ഇതിനുള്ളിൽ എത്ര സ്ക്വയറുകൾ എനിക്ക് അടുക്കി വെക്കാൻ കഴിഞ്ഞു? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. ഇതിനുള്ളിൽ 18 എനിക്ക് കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇതിൻ്റെ ഉള്ളില് 20 1 സെന്റിമീറ്റർ നീളവും വീതിയുള്ള സ്ക്വയറുകൾ അടുക്കി വെക്കാൻ എനിക്ക് കഴിഞ്ഞു. അപ്പോ ഇതേ വലുപ്പമുള്ള 20 എണ്ണം ഇതിനുള്ളിൽ അടുക്കി വെക്കാൻ കഴിയുന്നുണ്ട്. ഇതേ വലുപ്പമുള്ള 20 സ്ക്വയറുകളെ ഇതിന്റെ ഉള്ളിൽ അടുക്കി വെക്കാം. ഇതിനുള്ളിൽ 18 എണ്ണ അടുക്കി വെക്കാൻ കഴിയുള്ളൂ. അപ്പൊ ഈ ഒന്നാമത്തതാണോ രണ്ടാമത്തതാണോ ഏറ്റവും വലുത്? ഈ രണ്ടാമത്തെ റെക്റ്റാങ്കിൾ ആണ്. ഈ രണ്ടാമത്തെ റെക്റ്റാങ്കിൾ ആണ് ഈ ഒന്നാമത്തെ റെക്റ്റാങ്കിളിനേക്കാൾ വലുത് എന്ന് അതുകൊണ്ട് നമുക്ക് പറയാം. ഈ രൂപത്തിൽ എത്ര 1 സെന്റിമീറ്റർ നീളവും വീതിയുള്ള സ്ക്വയറുകൾ അടുക്കി വെക്കാന്ന് നോക്കുന്നതിനെയാണ് നമ്മൾ അതിന്റെ ഏരിയ കണ്ടെത്തൽ എന്ന് പറയുന്നത്, അതിന്റെ പരപ്പളവ് കണ്ടെത്തൽ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ പരപ്പളവ് എത്ര? 18 ആണ്. ഇതിന്റെ പരപ്പളവ് എത്ര? 20 ആണ്.
എങ്ങനെ കിട്ടി? 1 സെന്റിമീറ്റർ നീളവും വീതിയില്ലാത്ത സ്ക്വയറുകൾ അടുക്കി വെക്കാൻ കഴിയുമെന്ന് നോക്കി, അങ്ങനെ കിട്ടി. ഇതിന്റെ പരപ്പളവ് 18, ഇതിന്റെ പരപ്പളവ് 20. ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, ഇതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും എന്തെങ്കിലും ചെയ്താല് നമുക്ക് അതിന്റെ പരപ്പളവ് കാണാൻ കഴിയുമോ? ഒരു റെക്ടാങ്കിളിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും കൂട്ടിയാലോ കുറച്ചാലോ ഗുണിച്ചാലോ നമുക്ക് അതിന്റെ ഏരിയ പരപ്പളവ് കിട്ടുമോ? 6നെയും 3നെയും കൂട്ടിയാൽ 18 കിട്ടുമോ? ഇല്ല. 6ന് 3 കുറച്ചാൽ 18 കിട്ടുമോ? ഇല്ല. ഇനി 6നെയും 3നെയും മൾട്ടിപ്ലൈ ചെയ്താൽ 18 കിട്ടുമോ? കിട്ടും. 6 into 3 ചെയ്താൽ എന്താ കിട്ടുക? 6 ഗുണിക്കണം 3 ചെയ്താൽ നമുക്ക് 18 കിട്ടും. ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താല് നമുക്ക് അതിന്റെ ഏരിയ കിട്ടും. അതിനുള്ളിൽ എത്ര 1 സെന്റിമീറ്റർ നീളവും വീതിയുള്ള സ്ക്വയറുകൾ ഉൾക്കൊള്ളും എന്നുള്ളത് നമുക്ക് അതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇതിനുള്ളിൽ എത്ര സ്ക്വയറുകൾ, എത്ര 1 സെന്റിമീറ്റർ നീളവും വീതിയുള്ള സ്ക്വയറുകൾ ഉൾക്കൊള്ളും? അതായത് ഇതിന്റെ ഏരിയ കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? അതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ലെങ്ത് 5 സെന്റിമീറ്റർ, ബ്രെഡ്ത്ത് 4 സെന്റിമീറ്റർ. അപ്പൊ ഇതിന്റെ ഏരിയ 5 into 4. 5 into 4 ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 20 എന്ന് കിട്ടും. ഇതിന്റെ ഏരിയ എങ്ങനെ നമുക്ക് കിട്ടി? അതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും മൾട്ടിപ്ലൈ ചെയ്തപ്പോ കിട്ടി. ഇതിന്റെ ഏരിയ ലെങ്ത്തും ബ്രെഡ്ത്തും മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടും. അപ്പൊ ലെങ്ത്തും ബ്രെഡ്ത്തും മൾട്ടിപ്ലൈ ചെയ്താൽ ഏരിയ കിട്ടുന്നത് നമുക്ക് മനസ്സിലായി. എന്താണ് ഏരിയ? 1 സെന്റിമീറ്റർ നീളവും വീതിയുള്ള എത്ര സ്ക്വയറുകൾ അതിന്റെ ഉള്ളിൽ ഉൾക്കൊള്ളും, അതാണ് അതിന്റെ ഏരിയ, അതിന്റെ പരപ്പളവ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെല്ലാരും ഏരിയ കാണാൻ വേണ്ടി ഇപ്പൊ പഠിച്ചു. എന്ത് ചെയ്താൽ മതി? നീളവും വീതിയും, ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മില് നീളത്തിന്റെ അളവും ഒരു നീളത്തിന്റെ അളവും ഒരു വീതിയുടെ അളവും ഒരു ലെങ്ത്തിന്റെ അളവും ഒരു ബ്രെഡ്ത്തിന്റെ അളവും തമ്മില് മൾട്ടിപ്ലൈ ചെയ്താല് നമുക്ക് അതിന്റെ ഏരിയ കിട്ടും, പരപ്പളവ് കിട്ടും. ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. പരപ്പളവിന്റെ കൂടെ ഇവിടെ നോക്കിക്കേ, ലെങ്തിനും ബ്രെഡ്ത്തിനും കൂടെ നമ്മൾ സെന്റിമീറ്റർ എന്ന് ചേർത്തില്ലേ, അതുപോലെ ഏരിയയുടെ കൂടെ നമ്മൾ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് ചേർക്കണം. 2 സെന്റിമീറ്ററുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തതാണ് നമ്മുടെ ഏരിയ. അതുകൊണ്ട് സെന്റിമീറ്റർ എഴുതിയിട്ട് അതിന് മുകളിൽ ചെറുതാക്കി 2 എഴുതണം. സെന്റിമീറ്റർ സ്ക്വയർന്ന് നമ്മൾ ഏരിയയുടെ കൂടെ പരപ്പളവിന്റെ കൂടെ ചേർക്കണം. അപ്പൊ ഇത് 18 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഇതിന്റെ ഏരിയ 20 സെന്റിമീറ്റർ സ്ക്വയർ ആണെന്ന് നമുക്ക് പറയാം. സെന്റിമീറ്റർ സ്ക്വയറിന് നമ്മൾ എപ്പോഴും ഏരിയയുടെ കൂടെ ചേർക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ വീണ്ടും 2 റെക്ടാങ്കിളുകൾ തരാൻ പോവാണ്. വീണ്ടും 2 ചതുരങ്ങൾ തരാൻ പോവാണ്. കണ്ടോ, 2 ചതുരങ്ങൾ തന്നിട്ടുണ്ട്. ഇതിന് ഒന്നാമത്തതിന്റെ ഏരിയ നിങ്ങൾ കണ്ടെത്തണം, അതുപോലെ രണ്ടാമത്തതിന്റെ ഏരിയ നിങ്ങൾ കണ്ടെത്തണം. ഏരിയ എങ്ങനെ കണ്ടെത്താം? ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ലെങ്ത്തും ബ്രെഡ്ത്തും നീളവും വീതിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ഏരിയ കിട്ടും, പരപ്പളവ് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ ഒന്നാമത്തെ റെക്ടാങ്കിളിന്റെയും ഈ ഒന്നാമത്തെ ചതുരത്തിന്റെയും ഈ രണ്ടാമത്തെ റെക്ടാങ്കിളിന്റെയും രണ്ടാമത്തെ ചതുരത്തിന്റെയും പരപ്പളവ് ഏരിയ നിങ്ങൾ കണ്ടെത്തിയിട്ട് ഇതിൽ ഏതാണ് വലുത് എന്നുള്ള കാര്യം കമന്റ് ബോക്സിൽ കേട്ടോ. അപ്പൊ ഞാൻ നോക്കും ആരൊക്കെ ഉത്തരങ്ങൾ കണ്ടെത്തുന്നത്. പക്ഷെ ഇനി ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് വരും. അപ്പൊ ഈ വീഡിയോ ഒക്കെ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും കമന്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ലൈവിലും പഠിക്കേണ്ടതാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും മാഷെ കാണാൻ വേണ്ടിയിട്ട് ലൈവിലോട്ട് വരും കേട്ടോ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും മാഷെ കാണാൻ വേണ്ടി തന്നെ. ബൈ ബൈ.